ലോകത്തിന്റെ മുഴുവൻ രക്ഷകനായിട്ടുള്ള യേശു ഇന്ന് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച ദിവസമാണ്. അതിനാണ് നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. പക്ഷെ ദുഃഖ വെള്ളിയാഴ്ചനെ ഇംഗ്ലീഷിൽ പറയുന്നത് ദ ഗുഡ് ഫ്രൈഡേ എന്നാണ്. അപ്പോൾ ഇത്രയും വലിയ ഒരു നീചമായ അല്ലെങ്കിൽ ക്രൂരമായ ഒരു കുരിശുമരണം നടന്ന ദിവസത്തിനെ എങ്ങനെയാണ് ഗുഡ് ഫ്രൈഡേ എന്ന് ആളുകൾ വിളിക്കുന്നത് എന്നുള്ള ഒരു സംശയം എല്ലാവരെയും പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരം ശരിക്ക് രണ്ട് ആൻസേഴ്സ് ഉണ്ട്. ശരിക്കും രണ്ട് രീതിയിലാണ് അതിൻ്റെ ഉത്തരം പോകുന്നത്. ഫസ്റ്റ് കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ ഇംഗ്ലീഷ് ഭാഷയിൽ, ഇതിപ്പോൾ ഇംഗ്ലീഷ് രണ്ട് വെർഷൻ ഉണ്ട്. മുമ്പ് പഴയ ഓൾഡ് ഇംഗ്ലീഷ് ഭാഷയുണ്ട്. അതിനകത്ത് ഗുഡ് എന്ന് പറഞ്ഞ വാക്കിന് നല്ലതെന്ന് മാത്രമല്ല മീനിങ് ഉള്ളത്. അന്നത്തെ കാലത്ത് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിശുദ്ധ അല്ലെങ്കിൽ ദൈവികമായ എന്നൊരു അർത്ഥം കൂടിയുണ്ട്. അതായത് ഇവർ ഗുഡ് ഫ്രൈഡേ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിശുദ്ധ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ദൈവികമായ വെള്ളിയാഴ്ച എന്നാണ് അതിൻ്റെ ശരിക്കുള്ള കറക്റ്റ് മീനിങ്. പക്ഷേ ഇപ്പോഴുള്ള ആളുകൾ ചിന്തിക്കുമ്പോൾ ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ നല്ല വെള്ളിയാഴ്ച എന്ന് മനസ്സിലാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം തന്നെ അതാണ്. ഞാനൊരാളോട് സംസാരിച്ചപ്പോൾ അതിനാണ് ഈ ശരിക്കും വീഡിയോയ്ക്കുള്ള ഒരു കണ്ടന്റ് രൂപപ്പെട്ടു വന്നത്. രണ്ടാമത്തെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഇപ്പോൾ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, ചില വിശ്വാസികളുടെ കാര്യത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ദുഃഖ വെള്ളിയാഴ്ച ലോകത്തിലെ എല്ലാ പാപങ്ങളും ഏറ്റെടുത്ത് അതിന് വേണ്ടിയിട്ടാണ്, പാപികൾക്ക് വേണ്ടിയിട്ടാണ് കുരിശിൽ യേശു ക്രിസ്തു മരണപ്പെട്ടത്. അപ്പോൾ യേശു ക്രിസ്തു കുരിശിലേറ്റപ്പെട്ട് മരണപ്പെട്ടതിന് ശേഷമാണ് നമുക്ക് ഈസ്റ്റർ ആഘോഷിക്കാൻ പറ്റുന്നത്. ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസമാണ്. എഴുന്നേൽക്കുന്നതിനാണ് ഈസ്റ്ററായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പം യേശു ക്രിസ്തു ഈ കുരിശിൽ തറക്കപ്പെട്ട് മരണപ്പെട്ടു. ആ ഒരൊറ്റ കാരണം കൊണ്ട് പിന്നീട് ദൈവപുത്രൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം. അതുകൊണ്ട് വീണ്ടും നമുക്ക് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്കാരുണ്ട്. അതായത് യേശു ക്രിസ്തു മരണപ്പെട്ട ഈ ദിവസം ഗുഡ് ഫ്രൈഡേ, അത് ഒരു നല്ല കാര്യം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ആ ഒരു കാര്യം അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് നമുക്ക് പിന്നീട് ഈ ലോകം തന്നെ മുന്നോട്ട് പോയെന്നുള്ള രീതിയിലുള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അത് നമ്മളുടെ വിശ്വാസത്തിൻ്റെ സൈഡിൽ. ബട്ട് നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞ വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം അത് വിശുദ്ധ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ദൈവികമായ വെള്ളിയാഴ്ച എന്നാണ്. അപ്പോൾ ഇന്നൊരു ദുഃഖ വെള്ളിയാഴ്ചയാണ്. ഈ ദുഃഖവെള്ളി കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ഈസ്റ്ററാണ്, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഈസ്റ്റർ. അപ്പോൾ ലോകത്ത് ഇപ്പോൾ സമാധാനം നിലനിൽക്കുന്നില്ല. അതെല്ലാം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നമ്മളിപ്പോൾ ഉള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും